പകർന്നു നൽകുന്ന സ്പർശനത്തിൽ വൈഗ സർവ്വതും മറന്നു. അവളുടെ നഖങ്ങൾ അവനിൽ കുഞ്ഞു നോവ് തീർക്കുമ്പോഴും അവളിൽ നിന്ന് ഒരു തല്ല് അവനകന്നില്ല. ധ്രുവ് അവളിൽ അവൻ കൂടുതൽ ചേർന്നു കിടന്നു. അവൻ്റെ കൈകളുടെ ചലനത്തിൽ അവൾ വെട്ടിവിറച്ചു അവനിലേക്ക് ചേർന്നു. ധ്രുവ് അവൻ്റെ പേര് വിളിച്ച് അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. അവൻ അവളെ അവനിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ കൈകൾ അവനെ അവളിലേക്ക് ചേർത്തു. അവൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. വൈഗ, അവൻ അവളെ മൃദുവായി വിളിച്ചു. നീ മിസ്സിസ് ധ്രുവാണ്. അതാരുടെയും പ്രോമിസിൻ്റെ പുറത്തുണ്ടായ റിലേഷനല്ല. നീ എൻ്റെയും ഞാൻ നിൻ്റെയുമാണ്. നമ്മൾ നമുക്ക് കൊടുത്ത വാക്കാണത്. ഒന്നിൻ്റെയും പുറത്ത് നീ അത് ബ്രേക്ക് ചെയ്യരുത്. പെട്ടെന്ന് വൈഗ ധ്രുവ് എന്ന് വിളിച്ചതും ആ വിളി എന്തിനുള്ളതാണെന്ന് അവനറിയാമായിരുന്നു. അവൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിന് കുറുകെയായി വെച്ചു. ധ്രുവ് അവളോടായി പറഞ്ഞു, വേണ്ട വൈഗ, എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതാണെങ്കിൽ അതെനിക്ക് കേൾക്കണ്ട. ഈ മനോഹരമായ നിമിഷം ഒന്നിൻ്റെ പേരിലും ഇല്ലാതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതും പറഞ്ഞ് അവൻ അവളുടെ മാറിൻ ചുഴിയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവിടെ തന്നെ ഒന്ന് അമർത്തി മുത്തി. എന്നിട്ട് പയ്യെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഫ്രഷാകാനായി പോയി. ഫ്രഷായി വന്ന ധ്രുവിനെ കണ്ടതും അവളുടെ മുഖം ചുമന്നു. അവൾ തല ഒരു സൈഡിലേക്കായി തിരിച്ചു. ധ്രുവ് വന്ന് അവളുടെ അടുക്കലായിരുന്നു. അവളോടായി പറഞ്ഞു, വൈഗ, വൈഗ, പിന്നെ ഇങ്ങനെ കിടന്ന് എൻ്റെ കൺട്രോൾ കളയല്ലേ. ഇപ്പോഴത്തെ പോലെ ആയിരിക്കില്ല അത്. നീ താങ്ങില്ല. അത് കേട്ടതും അവൾ ഷർട്ടിൻ്റെ മുൻവശം തപ്പിപ്പിടിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ടിട്ട് ധ്രുവ് പറഞ്ഞു, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. വൈഗ ഫ്രഷായി വന്നതും ധ്രുവിൻ്റെ കയ്യിലായിരിക്കുന്ന അവളുടെ ഡയറി കണ്ട് അവൾ ഞെട്ടി. ഡയറിയിലായി അവൾ പിടുത്തമിട്ടു. വേണ്ട ധ്രുവ്, പ്ലീസ്. അത് കേട്ടതും അവൻ വിടില്ല എന്ന പോലെ അവനും അതിൽ പിടുത്തമിട്ടു. അവൾ വേറെ വഴിയില്ലാതെ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു നുണയാൻ തുടങ്ങി. അത് തീരെ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് അവളെയും കൊണ്ട് അവൻ ആ ഭിത്തിയിലിടിച്ചു നിന്നു. അവൾ ഒരു പൂ നുണയുന്നത് പോലെ അവൻ്റെ രണ്ട് ഇതളുകളെയും മാറി മാറി നുണഞ്ഞു. കയ്യിലിരുന്ന ഡയറി ബെഡിൻ്റെ സൈഡിലെ കൈവച്ച് അവൻ്റെ ഇരു ഷോൾഡറിലും പിടിമുറുക്കിയവൾ. അവൻ അവളുടെ ചുംബനത്തിൽ ലയിച്ച് അങ്ങനെ നിന്നു. ഒരു കിതപ്പോടെ വൈഗ അവനിൽ നിന്നും അകന്നു മാറി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. വൈഗ, എനിക്കിപ്പോൾ എന്താ തോന്നുന്നതെന്ന് നിനക്കറിയാമോ? അത് കേട്ടതും അവൾ എന്താ എന്ന പോലെ പിരികമുയർത്തി ചോദിച്ചു. അവൻ അവളുടെ ഇടുപ്പിൽ കൈകൾ ചേർത്ത് അവനിലേക്ക് അടുപ്പിച്ചു. അവൻ തുടർന്നു, നിന്നെ ഇങ്ങനെ എടുത്ത് എൻ്റെ തോളിലേക്കിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുറങ്ങി എഴുന്നേറ്റതും അഞ്ജുവിൻ്റെ വയറുവേദനയ്ക്ക് കുറച്ച് ശമനം കിട്ടി. അവൾ ബെഡിൽ പതിയെ എണീറ്റിരുന്നു. അവൾ കാണുന്നത് താഴെ ബെഡിലിൻ്റെ കാലിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന പീറ്ററിനെയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ ഇങ്ങനെ ആരും ഇതുപോലെ നോക്കിയിട്ടില്ല. അവളിൽ നിന്നും ഒരേങ്ങൽ പുറത്തേക്ക് വന്നു. അത് കേട്ടതും പീറ്റർ വേഗം കണ്ണു വലിച്ചു തുറന്നു. ആദ്യയോടെ ബെഡിലേക്ക് നോക്കിയതും അഞ്ജു രണ്ട് കൈയാൽ മുഖം പൊതിഞ്ഞു പിടിച്ച് കരയുന്നു. അവൻ താഴെ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. മോളെ അഞ്ജു, എന്താണ് വയ്യ നിനക്ക്? വാ, ഹോസ്പിറ്റലിൽ പോകാം. അവൻ്റെ ആദ്യം നിറഞ്ഞ ചോദ്യവും പരവേശവും അവളെ വീണ്ടും തളർത്തി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം മുളപ്പിച്ചു അവിടേക്ക് പറ്റിച്ചുറങ്ങു. അവൾ പറഞ്ഞു, ഇല്ല ചായ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെ. അവളുടെ വാക്കുകൾ കേട്ടതും പീറ്ററിന് അവളോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. അവൻ അവളുടെ മുഖം കൈക്കൊമ്പിൽ കോരിയെടുത്തു. മുഖം മുഴുവൻ ചുംബിക്കാൻ തുടങ്ങി. അവൾ കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നതും അവൻ പറഞ്ഞു, അഞ്ജുവേ, മോൾക്ക് വയ്യാതിരിക്കുക. അതൊക്കെ ഒന്ന് കഴിയട്ടെ. ഇച്ചായൻ വേണ്ടതുപോലെ പരിഗണിച്ചോളാം. അത് കേട്ടതും അഞ്ജു അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിടയിലേക്ക് പതിപ്പിച്ചു. പീറ്റർ അവളെ മുറുകെ പുണർന്നു. മത്തായിച്ചൻ്റെ കോളിംഗ് ബെൽ അടിച്ചതും അഞ്ജു പീറ്റർ അകന്നു മാറി. അയാൾ വന്നെന്നാ തോന്നുന്നേ. അതും പറഞ്ഞ് പീറ്റർ അവിടെ നിന്ന് എണീറ്റു അഞ്ജുവിൻ്റെ നെറ്റിയിലൊന്ന് മുത്തി. മോള് കിടന്നു, ഞാൻ വൈകുന്നേരം വരാം. എനിക്ക് ഓഫീസിൽ ഒന്ന് പോകണം. അതും പറഞ്ഞ് പീറ്റർ മെയിൻ ഹാളിലേക്ക് നടന്നു. ദാ വരുന്നു, അത് അടിച്ചു പൊട്ടിക്കേണ്ട. അതും പറഞ്ഞ് അവൻ ഡോറ് തുറന്നു മത്തായിച്ചനെ നിരുത്തി നോക്കി. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി ആംബുലൻസിൽ വൈഭവുമായി വീട്ടിലേക്ക് വരികയാണ് പ്രമീളയും രാമനും. വൈഭവ് അവരോടായി പറഞ്ഞു, എൻ്റെ വേദനയും സുഖമാവുന്നത് നോക്കിയിരിക്കണ്ട. എന്നെയും അവളുടെ എൻഗേജ്മെൻറ്റ് ഉടനെ നടത്തണം. അവളെ എത്രയും വേഗം എനിക്ക് എൻ്റേതാക്കണം. അത് കേട്ടതും പ്രമീളയ്ക്ക് വിറഞ്ഞു കയറി. ചെറുക്ക, നിൻ്റെ കയ്യിലെ പ്ലാസ്റ്റർ എടുക്കട്ടെ ആദ്യം. അവളെ നിന്നെയും കൊണ്ടേ പോകൂ. നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അവളെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് നിനക്കിറങ്ങാൻ നേരമില്ല.
ഇനിയും നിനക്ക് അവിടേക്ക് തന്നെ പോകണ്ട എങ്കിൽ അടങ്ങിക്കിടന്നു. അതും പറഞ്ഞ് പ്രമീള മോനെ കണ്ണുരുട്ടി നോക്കി. ഒന്ന് പോതള്ളേ, ഞാനൊന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അച്ഛാ, രാമൻ ഞെട്ടി വൈഭവിനെ നോക്കി. വൈകിക്ക് കോൾ ചെയ്യ്, അവൾ എവിടെയുണ്ടെന്ന് ഒന്ന് ചോദിക്ക്. കേൾക്കേണ്ട താമസം അയാൾ പറഞ്ഞു. മോള് വീട്ടിലുണ്ടടാ, വൈഭവ് തിരക്കി. ആരുടെ വീട്ടിൽ? അതെന്നതാടാ നീ അങ്ങനെ ചോദിച്ചേ? നമ്മുടെ വീട്ടിൽ, രാമൻ മറുപടി പറഞ്ഞു. അത് കേട്ടതും വൈഭവിൻ്റെ മുഖം വിടർന്നു. അവൻ മനസ്സിലായി പറഞ്ഞു. എടി വൈകി, ഇനി ഞാൻ എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത് നിനക്കറിയാമോ? വൈഭവ് വീട്ടിലുണ്ടെന്ന് കേട്ടതും അമ്മയുടെയും മോൻ്റെയും കുരുട്ടി ബുദ്ധി ഉണർന്നു.